മുഹമ്മദ് മുഹമ്മദ് കള്ളപ്രവാചകൻ കള്ളപ്രവാചകൻ പുള്ളി മുഹമ്മദ് പറയത്തില്ല. കള്ളപ്രവാചകനാണോ? അല്ല. ഞാൻ പറയണേക്ക് അല്ല ഞാനിത്രേ ബോസെ, പറഞ്ഞുള്ളൂ. അതായത് സഹോദര മുഹമ്മദ് കള്ളപ്രവാചകനാണോ അല്ലയോ? മുഹമ്മദ് കള്ളപ്രവാചകനാണോ എന്നുള്ളത് എന്റെ വിഷയമേ അല്ല. പിന്നെന്തോ ഞാൻ ആരുടെ പറയും വിഷയം? ഈ റൂം എന്തിനുള്ള റൂമാ സഹോദര, ഞാനൊന്ന് പറയുന്നത് സഹോദര? കേൾക്കോ? ഈ റൂം എന്തിനുള്ള റൂമാ ബോസെ? ഈ താങ്കൾ റൂം ആദ്യമായി, ഈ താങ്കൾ പുതിയ പഠനമാണെന്ന് എനിക്ക് തോന്നുന്നു. ക്ലബ് ഹൗസിൽ താങ്കൾ ഈ റൂമിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അല്ല. ഇവിടെ കയറി വന്നത്. ഈ ഞാൻ റൂം എന്തിനുള്ളത് റൂമാ ബ്രദറെ? മുഹമ്മദിനെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന റൂമിനകത്ത് കയറി വന്നിട്ട് താങ്കളോട് മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണോ എന്ന് ചോദിച്ചപ്പോൾ നേരെ മര്യാദയ്ക്ക് ഉത്തരം പറയാൻ കഴിയാതെ താങ്കളോട് എന്ത് പറയാൻ? പറയൂ, ആണെന്ന് മുഹമ്മദ് ഒരു നല്ല പ്രവാചകനായിരുന്നോ? സഹോദര, താങ്കളൊന്ന് കേൾക്കാവോ? മുഹമ്മദ് ഒരു കാരണം നല്ല പ്രവാചകനായിരുന്നോ അതോ കള്ളപ്രവാചകനായിരുന്നോ? ഞാനൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൂടെ തരാം. ആ, പറഞ്ഞു പറഞ്ഞു. നസീം ബ്രദർ, നസ്രീം ബ്രദർ ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് ബോസ്, ഒരു സെക്കൻഡ്. ഇവിടെ അജീഷ് ബ്രദർ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അജീഷ് ബ്രദർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഈ സെമിറ്റിക് മതമാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ വന്ന ഒരു ചോദ്യമാണ് ഈസയും യേശുക്രിസ്തുവും ഒന്നാണോ എന്നുള്ളത്. അപ്പോൾ അതിന് തെളിവുകൾ വെച്ച് അജീഷ് ബ്രദർ കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, വായിപ്പിച്ച് അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ പുള്ളി അതിൽ നിന്ന് വിഷയം മാറി മാറി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് പുള്ളി ഈ സെമിറ്റിക് മതങ്ങളുടെ എല്ലാം ഇതെടുത്തുകൊണ്ട് വന്ന് ചരിത്രങ്ങൾ കൊള്ളാല്ലേ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. ബോസെ, താങ്കൾക്ക് ഒരു കാര്യം അറിയാമോ? മുസ്ലിങ്ങൾക്ക് തന്നെ മുഹമ്മദും ഇസ്മായിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മുസ്ലിങ്ങൾ തന്നെ പറയുന്ന കാര്യം താങ്കൾക്ക് അറിയാമോ? സഹോദര, താങ്കൾ ഇപ്പൊ അൽത്തബരിയാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ ഞാനതൊക്കെ വായിച്ചിട്ടില്ലാണ് സഹോദര. ഓഹോ, അൽതബരി അല്ല കോട്ട് ചെയ്യുന്നേ. പറ, മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദും ഇസ്മായിലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു കുലബന്ധവും ഇല്ലെന്ന് അവർ തന്നെ പറയുന്ന കാര്യം താങ്കൾക്ക് അറിയാമോ ഇല്ലയോ? ഇപ്പൊ ഞാൻ നസ്രീം ബ്രദർ, എനിക്ക് അറിയാമോ ഇല്ലയോ? എന്റെ പൊന്നു സഹോദര, താങ്കൾക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണോ താങ്കൾ ഈ കിടന്ന് നേരെ ചൊവ്വേ ഉത്തരം പറയാത്തത്? അല്ല, താങ്കൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് താങ്കൾക്ക് എനിക്ക് എന്നെ വളരെ. അറിയാമോ? താങ്കൾക്ക് എന്നെ അറിയാമോ? എനിക്കറിയാം താങ്കളെ, കാരണം എന്നാ ഞാനിവിടെ താങ്കൾ ഇവിടുന്ന് ആ സ്ഥലത്തുനിന്ന് മുന്നിലോട്ട് പോകത്തില്ലെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാവോ? അല്ല, താങ്കൾ ചോദിക്കുന്ന ഞാനൊരു ചോദ്യം കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മറുപടി തരാതെ താങ്കളെ മുന്നിലോട്ട് വിടത്തില്ലെന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാമോ? നസ്രീം ബ്രദർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ അതായത് പൊന്ന് ബോസ്, താങ്കളോട് ചോദിച്ച ചോദ്യം എന്തുവാണ്? മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദും ഇസ്മായിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ അതായത് പൊന്ന് ബോസ്, താങ്കളോട് ചോദിച്ച ചോദ്യം എന്തുവാണ്? മുസ്ലിങ്ങൾ തന്നെ മുഹമ്മദും ഇസ്മായിലും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മുസ്ലിങ്ങൾ തന്നെ പറയുന്ന കാര്യം താങ്കൾക്ക് അറിയാമോ? ഓഫ് കോഴ്സ് there അറിയാം. are reports where മുഹമ്മദ്, ഓക്കെ, അറിയാം. മുഹമ്മദ് കള്ളപ്രവാചകനാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്തോ ചിരിക്കുന്നത്? എന്തോ മുഹമ്മദ് നല്ല പ്രവാചകനായിരുന്നോ? മുഹമ്മദ് നല്ല പ്രവാചകനായിരുന്നു, ചീത്ത പ്രവാചകൻ. ഇപ്പൊ താങ്കൾ മുഹമ്മദിനെ ഫോളോ ചെയ്യാൻ അങ്ങനെ ഒരു വാദം താങ്കൾ മുമ്പോട്ട് വെച്ചാലും നമ്മൾ എടുക്കും. താങ്കൾ മുഹമ്മദിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഏതെങ്കിലും മനുഷ്യൻ മുഹമ്മദിനെ ഫോളോ ചെയ്യുന്നത് ശരിയാണോ? അതെനിക്ക് ആ കാര്യത്തിൽ that's upon him. Okay, a 53-year-old man having intercourse with a 9-year-old child, can that be a prophet? I don't know. I don't know. ഒരു പ്രവാചകന്റെ ക്വാളിറ്റി എന്തായിരിക്കണം? I don't know. ഒരു പ്രവാചകൻ ആരായിരിക്കണം? പ്രവാചകനകത്ത് തന്നെ ഉണ്ട്. ഒരു പ്രവാചകൻ എന്തായിരിക്കണം? അവൻ എന്ത് ചെയ്യണം? അല്ല നസ്രീം ബ്രദർ, അതാണ് ബോസ് ബ്രദറെ, ഒരു പ്രവാചകൻ എന്ത് ചെയ്യണം? അല്ലെന്നൊന്നും പറയണ്ട, എന്ത് ചെയ്യണം? ഒരു പ്രവാചകനാണെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? ബേസിക്കലി ഒരു പ്രവാചകനായിരിക്കണമെങ്കിൽ അവന്റെ ഒരേ ഒരു മകനെ ഒരു ദൈവം. ഒരേ ഒരു മകന്റെ കാര്യമല്ല ചോദിച്ചത്. പ്രവാചകനായിരിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്തിരിക്കണം? അവൻ പ്രവചിച്ചിരിക്കണം, ശരിയല്ലേ? അതെ. മുഹമ്മദ് എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? മുഹമ്മദ് എന്തെങ്കിലും പ്രവചിച്ചു? If you go to Hadith, of course there are a lot of prophecies. To give me one. Let's go to your hadith. Of course, you said Muhammad is a prophet. So basically, you believe Muhammad is a prophet. Good. At least you have brought to a point where you accept Muhammad as a prophet. Now I have somebody who knows, who he is. So ഇവിടെയുള്ള സഹോദരിമാർ ചുമ്മാതല്ല പറഞ്ഞത്. യു ആർ എ മുസ്ലിം, യു ഹാവ് ദ ജിഹാദി തോട്ട് പ്രോസസ്. സോ ലെറ്റ്സ് ഗോ. മുഹമ്മദ് എന്താണ് പ്രവചിച്ചത്? ലെറ്റ്സ് ഗോ ടു ദ ഹദീസ്.
സഹോദര, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോസ് ബ്രദറെ, താങ്കൾ ഇപ്പം പറഞ്ഞു ഓഫ് കോഴ്സ് പറഞ്ഞായിരുന്നോ? ഇഫ് യു ഗോ ടു ഹദീത്ത്, If you go to the പ്രകാരം hadith, let's go to the hadith. Let's go to the hadith. Give me the hadith where Muhammad has prophesied and has fulfilled it. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Reference റോമാക്കാര്, number പറയൂ. Reference number പറയൂ. ഇനിയിപ്പോ ഞാനപ്പോ സെർച്ച് ചെയ്തെടുക്കേണ്ടി വരും. എടുക്കൂ, അല്ല, ഞാനിവിടെ ഞാൻ ഉണ്ടല്ലോ. പറഞ്ഞ അല്ല സഹോദര, ഞാൻ ഒരു സിമ്പിൾ ഞാനിവിടെ ഉണ്ടെന്ന്. നിങ്ങൾ ഉദാഹരണം പറയുക, ഹദീസിന്റെ റെഫറൻസ് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. പറയൂ. എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. ഞാൻ നിങ്ങളെ പോലെ എഴുതി വെച്ചിട്ട് ഡിബേറ്റ് വരുന്ന ആളല്ല ഞാൻ. പിന്നെ എന്തിനാ താങ്കൾ പറഞ്ഞത് മുഹമ്മദ് മനസ്സിന്ന് പറഞ്ഞാലും മതി. പ്രവാചകനാണെന്ന്? മനസ്സിന്ന് ഓർത്ത് പറഞ്ഞാലും മതി, എഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മുഹമ്മദ് പ്രവാചകനാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. ഓഫ് കോഴ്സ് ഹദീസിൽ പോയി കഴിഞ്ഞാൽ മുഹമ്മദ് പ്രവാചകനാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിൽ ഹദീത്ത് പ്രകാരം മുഹമ്മദ് പ്രൊഫസി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹദീസ് പ്രകാരം, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം, ഈ ഖുറാന്, ഹദീസുകൾ, സീറകൾ അനുസരിച്ച് മുഹമ്മദ് പ്രവചിച്ച പ്രവചനം പറയൂ. ഉദാഹരണം, ഞാൻ റോമാക്കാരെ മുസ്ലിങ്ങളെ കീഴടക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. റോമാക്കാരെ മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന് മുഹമ്മദ് പ്രവചിച്ചിട്ടുണ്ട്. എവിടെ? അങ്ങനെ ഒരു പ്രവചനം ഇല്ല. അങ്ങനെ ഒരു പ്രവചനം ഒന്ന് കാണിച്ചേ. റോമാക്കാരെ മുസ്ലിങ്ങൾ കീഴടക്കും എന്നുള്ള പ്രവചനം ഒന്ന് കാണിച്ചേ. ഇല്ലേ? കാണിക്കേ, എന്റെ പൊന്നു സഹോദരൻ, കാണിച്ചേ. ബോസ് ബ്രദറെ, 8 നില പൊട്ടുന്ന സാധനം താങ്കൾ എടുത്തിരിക്കുന്നേ. എടുക്ക്. എന്ത് കേസാണെങ്കിലും പുള്ളി അഗ്രി ചെയ്തു സിസ്റ്ററെ. പുള്ളി മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് പുള്ളി അഗ്രി ചെയ്തു. ഹി ബിലീവ്സ് ദാറ്റ് ഹി ഈസ് എ പ്രോഫറ്റ്. ഇനി ഒന്നുമില്ല ബോസ്, ഇനി ഒന്നുമില്ല. താങ്കൾ ഇല്ല, പറയത്തില്ല. വർഗീസ് അച്ഛൻ എന്തോ പറയുന്നു. ബോസ്, ഒരു മിനിറ്റ്. വർഗീസ് അച്ഛൻ എന്തോ പറയുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്തേ. എന്താ ബോസ് നാസറിനെ, നിങ്ങളൊക്കെ ഈ വിമർശിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. അതിലൊക്കെ ലംഘിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. മുഹമ്മദ് പ്രവാചകനല്ല നിങ്ങളോട് ആരാ പറഞ്ഞേ? മുഹമ്മദ് പ്രവാചകനാണ്. പുള്ളി പ്രവചിച്ചില്ലേ പിന്നെ ഈ നാട്ടുകാരെല്ലാം മുഹമ്മദ് പ്രവാചകൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? പുള്ളി പ്രവാചകനാണ്. ഞാൻ പഠിച്ച ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് ശരിക്കും ഒരു പ്രവാചകനാണ്. ബൈബിൾ പ്രകാരം പുള്ളി കള്ളപ്രവാചകനെന്നോ വേദപുസ്തകം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പിശാചിന്റെ പ്രവാചകനെന്നോ പറയാൻ പറ്റും. അല്ലെ പിന്നെ ഒരു സാധാരണക്കാരന് ഈ ഇത്രയും സ്വാധീനം ഉണ്ടാക്കാനും ഇത്രയും പെണ്ണ് പിടിച്ചതിന് ശേഷം അത് പ്രവാചകനാണെന്ന് തന്റെ അനുയായികളെ കൊണ്ട് പറയിപ്പിക്കാനും സ്വന്തം ഭാര്യമാരെ പോലും അയാൾക്ക് കൊടുക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അയാൾ എന്റെ പ്രവാചകനാണെന്ന് പറയണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുമോ? പുള്ളി തീർച്ചയായിട്ടും ഒരു കള്ളപ്രവാചകനും പൈശാചിക പ്രവാചകനുമാണ്. അങ്ങനെയുള്ള ഒരു തലക്കെട്ട് പുള്ളിയെ നിങ്ങൾ ഇല്ലാതാക്കി കളയാന്ന് പറയുന്നത് പ്രതിഷേധാത്മകമാണ്. പണി വരുന്നുണ്ട് അവറാച്ചാന്ന് പറയുന്നത് അല്ലേ? അല്ലെ ഇതാണ് പണി വരുന്നു പറയുന്നത്. ബോസ് ബ്രദറെ, ഈ റോമാക്കാരുടെ കാര്യത്തിൽ മുഹമ്മദ് 8 നില പൊട്ടിയ കാര്യം താങ്കൾക്ക് അറിയാമോ? സഹോദര, താങ്കൾക്ക് റോമാക്കാരുടെ വിഷയത്തിൽ മുഹമ്മദ് 8 നിലയിൽ പൊട്ടിയ കാര്യം അറിയാമോ ഇല്ലയോ എന്ന് പറയൂ. അല്ല, താങ്കൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്നെ ഇന്ന് അറിയാമെങ്കിൽ ബ്രദറെ അറിയാമെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ റെഫറൻസ് എടുക്കാം, നമുക്കത് വായിക്കാവുന്നേ. അല്ല, താങ്കൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ എന്നെ പ്രതീക്ഷിക്കുന്നത്? യെസ് ഓർ നോ അല്ല, താങ്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? മുഹമ്മദ് 8 നിലയിൽ റോമാക്കാരുടെ വിഷയത്തിൽ പൊട്ടിട്ടുണ്ടോ? എന്റെ വേൾഡ് വ്യൂ പ്രസന്റ് ചെയ്യാൻ എനിക്ക് സമയം. താങ്കളുടെ വേൾഡ് വ്യൂ അല്ലല്ലോ ബ്രദറെ, താങ്കളുടെ വേൾഡ് വ്യൂ പ്രസന്റ് ചെയ്യാൻ താങ്കൾ റൂം ഇട്ടിട്ട് താങ്കൾ പറയൂ. താങ്കളോട് ചോദിച്ച ചോദ്യം മുഹമ്മദ് റോമാക്കാരുടെ വിഷയത്തിൽ 8 നിലയിൽ പൊട്ടിയ കാര്യം അറിയാമോ ഇല്ലയോ എന്ന് പറയൂ ബോസ് പ്ലീസ്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഇൻ മൈ ഒപ്പീനിയൻ യു ആർ നോട്ട് ക്രിസ്ത്യൻസ്, യു ആർ ആന്റി മുസ്ലിംസ്. That's fine. Who cares about your opinion? ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്പീക്കർ പാനലുള്ള ആരെങ്കിലും നിങ്ങൾ ഡു യു കെയർ അബൌട്ട് ഹിസ് ഒപ്പീനിയൻ? നിങ്ങളിൽ ആരെങ്കിലും താഴെ ഇരിക്കുന്ന ആരെങ്കിലും ഡു യു കെയർ അബൌട്ട് വാട്ട് ദിസ് ഗൈ സ്പീക്ക്? കർത്താവായ യേശുക്രിസ്തു
സ്വന്തം പാപങ്ങൾക്ക്, അതായത് ബോസിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇന്നും വസിക്കുന്നു എന്ന് ഏറ്റു പറയാൻ കഴിയാത്ത ബോസിൻ്റെ സാക്ഷ്യം ഞങ്ങൾക്ക് വേണ്ട. ആർക്ക് അങ്ങനെ വേണം ഇത്? പറയരുത് ഞങ്ങളെ ബീജായ, സാക്ഷ്യം പറയാൻ അങ്ങനെ പറയരുത്. ഞാൻ ഏ കൽദയും ഓർത്തഡോക്സും യാക്കോബയും കത്തോലിക്കനും മോർമോണും എല്ലാം കൂടി. അങ്ങനെ പെന്തക്കോസ്തും നിങ്ങൾ പറയരുത്. അയ്യോ, പെന്തക്കോസ്തും പറയരുത്. അങ്ങനെ പറയരുത് നിങ്ങൾ. അയ്യോ, നമ്മൾക്ക് നമുക്ക് ഞങ്ങളെ കുറിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും സാക്ഷ്യം പറയാൻ തരണ്ട യേശു ബോസേ. ക്രിസ്തു ഡയറക്റ്റ് വരും ബോസേ. ബോസേ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്കിവിടെ ഡയറക്റ്റ് ഞങ്ങളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞോളും. ബോസേ ഞങ്ങൾക്കിവിടെ ആരുടെയും സാക്ഷ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. കുറെ നാളായി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ട്, അറിയാമോ ഇക്കാര്യം? കുറെ നാളുകളായി ഇവിടെ ഉള്ള മുസ്ലിം സുഹൃത്തുക്കൾ തന്നെ ഇവിടെ തന്നെ വന്ന് ഈ വിഷയങ്ങൾ, മുഹമ്മദിന്റെ വൃത്തികേടുകൾ കേട്ടിട്ട് തന്നെ ഇസ്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ സ്വീകരിച്ചതിന്റെ അനേകം സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ കിടപ്പുണ്ട്, ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, പോയി നോക്കിയാൽ മതി. അതുകൊണ്ട് മുഹമ്മദ് ഈ റോമാക്കാരുടെ വിഷയത്തിൽ 8 നിലയിൽ പൊട്ടിയ വിഷയം ഞാൻ റെഫറൻസ് പറയാം. ബോസിന് വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ എടുത്തു നോക്കുക. ജാമിയ തിർമതി 3192, 3192, 3192. ഏതെങ്കിലും സഹോദരന്മാർ മേളിൽ പിൻ ചെയ്യും, അപ്പം ബോസ് അതൊന്ന് എടുത്ത് വായിക്കുക. ഓക്കെ, ജാമിയ തിർമതി ഗൂഗിളിനകത്തോട്ട് ഇടുമ്പോൾ ജാമിയ തിർമതി അല്ലെങ്കിൽ തിർമതി എന്ന് ഇട്ട് കൊടുത്താൽ മതി. തിർമതി 3192, 3192, 3192. ബോസ് ഒന്ന് എടുത്ത് വായിച്ചേ, നമുക്കൊന്ന് നോക്കട്ടെ. ഈ റോമാക്കാരുടെ വിഷയത്തിൽ മമ്മൂഞ്ഞ് എന്തോ വലിയ പ്രവാചകനാണ്, പ്രവചിച്ചു. മുസ്ലിങ്ങളെല്ലാവരും റോമാക്കാരെ തോൽപ്പിക്കുമെന്ന് മമ്മൂഞ്ഞ് പ്രവചിച്ചു പോലും. എവിടെ എവിടെ ബോസ് ഒന്ന് വായിച്ചേ. ദേ മേളിൽ തെളിവായിട്ട് സാം ബ്രദർ ദേ തെളിവായിട്ട് ഇട്ടിരിക്കുന്നു, ഒന്ന് വായിച്ചേ. എന്റെ സഹോദര, എൻ്റെ സഹോദരനല്ല, എൻ്റെ ഒരു സഹോദരിയും ഇല്ല ഇവിടെ. ആദ്യം തെളിവ് വായിക്കേ. നിങ്ങളുടെ പ്രവാചകനല്ലയോ മുഹമ്മദ്? ഒന്ന് വായിച്ചേ. എന്റെ പ്രവാചകനല്ല സഹോദര, എന്റെ നിങ്ങളുടെ പ്രവാചകനാണ്. പ്രവാചകനാണ് സഹോദര. താങ്കൾ ഇവിടെ തന്നെ, ഇവിടെ ഓഡിയോ ഞങ്ങളുടെ കൈ കിടപ്പുണ്ട്. താങ്കളാണ് പറഞ്ഞത് മുഹമ്മദ് ഹദീസ് പ്രകാരം മുഹമ്മദ് പ്രവചിച്ചിട്ടുണ്ട്, ശരിയല്ലേ? താങ്കളല്ലേ പറഞ്ഞേ? ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഫോർ എ താങ്കൾ 1000 പറഞ്ഞായിരുന്നോ ഇല്ലയോ? ഹദീസ് പ്രകാരം മുഹമ്മദ് പ്രവചിച്ചിട്ടുണ്ട്, താങ്കൾ പറഞ്ഞായിരുന്നോ? താങ്കൾ എന്നെ സംസാരിക്കാൻ ഹദീസ് അനുവദിക്കുന്നത് പ്രകാരം മുഹമ്മദ് പ്രവചിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞായിരുന്നോ? ഓഫ് കോഴ്സ്. ചിരിക്കാതെ എൻ്റെ സഹോദര. റോമാക്കാരുടെ വിഷയത്തിൽ മുസ്ലിങ്ങൾ റോമാക്കാരെ ജയിക്കും എന്ന് മുഹമ്മദ് പ്രവചിച്ച കാര്യം താങ്കൾ പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. ഹദീസ് ഒന്നും എടുത്ത് വായിച്ചേ. On the day of the Badr, the Romans had a victory of the Persians. That's nonsense, by the way. What? Who care about your opinion? Okay. Who care about your opinion? Your prophet is saying this. So, കാരണം ഗാസനീസിനെ കുറിച്ചാണ് ഇപ്പൊ ബദറിനെ പറ്റി Who care about your opinion? Romans had victory over Persians. അടുത്തത് താഴ്ത്തു വായിക്കും. So the believers were pleased with that, and then the following was revealed. Alif Lam Mim. What do you mean by Alif Lam Mim എന്ന് പറഞ്ഞാൽ എന്തുവാ? അലിഫ് ലാം മീമിനെ ഇപ്പൊ താങ്കൾ ചോദിച്ചു കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറ സ്റ്റാർട്ട് ചെയ്യുന്ന അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ എന്ത് തേങ്ങയായി അലിഫ് ലാം മീം? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ അലിഫ് ലാം മീമിനെ ഇപ്പൊ ഉദാഹരണം ഞാൻ ഇപ്പൊ നമ്മള് സൈറോ എന്തുവാ അലിഫിന്റെ അർത്ഥം എന്തുവാ? സഹോദര എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുക. സഹോദര പറയാനാ സമ്മതിക്കുന്ന. അലിഫിന്റെ അർത്ഥം എന്തുവാ? There is no meaning. No meaning. So your prophet and your Allah has said nonsense which has no meaning. ലാമിന്റെ അർത്ഥം എന്തുവാ? താങ്കൾ എന്നെ ഒന്ന് പറയാൻ ഒരു മിനിറ്റ് സമ്മതിക്കാവോ? താങ്കളല്ലേ പറയുന്നത്. We are talking. We are having a conversation. This is how we talk. അതെ, അലിഫ് ലാം മീം എന്ന് പറയുന്നത് അപ്പൊ അതിന് അർത്ഥമില്ല. സെക്കൻഡ് സൂറ ബിഗിനിങ്ങിൽ നമ്മൾ Who asked you second സൂറയിലാണോ തേർഡ് സൂറയിലാണോ? അതിന് അർത്ഥമില്ലല്ലോ. ബേസിക്കലി ഇറ്റ്സ് എ നോൺസെൻസ് തിങ്, ശരിയല്ലേ? It is not. It's not. You know about Alif Lam Mim. What does that mean then? Yeah, that's what I'm saying. എന്തുവാ അതിന് അർത്ഥം? എന്തുവാ? അതെ, അതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ സൈറോ അതാണ് പറയുന്നത്, ഇതാണെന്ന് പറയുന്നതല്ല ഞാൻ ചോദിച്ചത്. അതിന് അർത്ഥം എന്തുവാന്ന് പറ. അതല്ലേ പറയുന്നത്. നിങ്ങൾ കേൾക്കാൻ റെഡിയാവും സഹോദരൻ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഇദ്ദേഹം അതിന്റെ അർത്ഥം പറയുന്നത്? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഇവിടെ സത്യ ബ്രദർ ഇരിപ്പുണ്ടല്ലോ, സൈറോ റീഡിംഗ് ഓഫ് ദ ഖുർആൻ വായിച്ചിട്ടുള്ള അലിഫ് ലാം മീമിന്റെ അർത്ഥം പറയൂ. അറിയാമോ ഇല്ലയോ? ഇല്ലെങ്കിൽ മുന്നിലോട്ട് പോകാം, താഴോട്ട് വായിക്കേ.
The Romans have been defeated. ആരാ ഈ പറയുന്നേ? Up to his saying, the believers will rejoice with the help of Allah. Ah. He said, so the believers were happy with the victory of Romans. Were the Romans defeated at that point of time? No. No, they were not defeated. Who defeated them? No. One second. Who defeated them? The Romans have been defeated up to his saying. When he is saying this, when he on the battle of Badr, Romans had victory over the Persians. Yes. Yeah, so Romans were not defeated. താഴോട്ട് വായിക്കേ, ആയത്ത് 30:1-5 വരെയുള്ള ആയത്തിനെ പറ്റി പറഞ്ഞിട്ട് താഴോട്ട് പറയുന്നത് എന്തുവാ? എന്ന് മനസ്സിലായില്ല. 30 സൂറ 30:1-5 വരെയുള്ള ആയത്ത് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ട് താഴോട്ട് മുഹമ്മദ് വേറൊരു കാര്യം കൂടെ പറയുന്നു. He said, yes, so the believers were happy with the victory of Romans over the Persians. So the believers were happy over the victory of the Muslims, were happy over the victory of Romans over the Persians. അവിടെയും മുസ്ലിങ്ങളൊന്നും റോമക്കാരെ ജയിച്ചിട്ടില്ല. Okay. അപ്പം 8 നിലയിൽ പൊട്ടി, മുഹമ്മദ് 8 നിലയിൽ പൊട്ടി. ഇനി ഏതെങ്കിലും പ്രവചനം ഉണ്ടോ മുഹമ്മദിന്റെ? കേക്ക് സഹോദര, താങ്കൾക്ക് മുഹമ്മദിന്റെ വേറെ എന്തെങ്കിലും പ്രവചനം ഉണ്ടോ എന്ന് പറയൂ. ജെയിംസ് സാർ എന്തോ പറയാൻ പറ്റും? ഒരു മിനിറ്റ് ജെയിംസ് സാർ ബ്ലിങ്ക് ചെയ്തായിരുന്നു. ഒരു മിനിറ്റ് ജെയിംസ് സാർ എന്തോ പറയാൻ വന്നായിരുന്നു? സാറേ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതേ, ഈ തിരുവനന്തപുരത്തു നിന്ന് തെക്കോട്ട് പോയാലാണ് കന്യാകുമാരി, വടക്കോട്ട് പോയാൽ ഒരിക്കലും കന്യാകുമാരിയിൽ എത്തില്ല എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് ശരിക്കുള്ള പ്രവാചകനാന്നേ, വർഗീസ് പാസ്റ്റർ പറഞ്ഞ പോലുള്ള പ്രവാചകനാന്നേ കുഴപ്പമില്ല. ശരിക്കുള്ള പ്രവാചകനാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ക്രിസ്ത്യാനികൾ ആയിരിക്കാനും പറ്റത്തില്ല, ഒരു യഥാർത്ഥ ദൈവവിശ്വാസി ആയിരിക്കാനും പറ്റത്തില്ല. അദ്ദേഹം ഉപദേശിച്ച ആ ഡോക്ടറിനെ പറ്റുള്ളൂ. അതായത് ഓപ്പോസിറ്റ്സ് കനോട്ട് ബി ട്രൂ. അത് ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷനാണ്. ഒന്നുകിൽ മുഹമ്മദ് പ്രവാചകനാ, അപ്പം ക്രിസ്ത്യാനിറ്റി ട്രൂ അല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ട്രൂ ആ, അല്ലെങ്കിൽ മുഹമ്മദ് പ്രവാചകനല്ല. അപ്പൊ ഇദ്ദേഹം മുഹമ്മദ് ട്രൂ പ്രവാചകനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ഡിക്ലെയർ ചെയ്യണം, ഇതിനെ ചോദ്യം ചെയ്യുന്ന ഇവന്മാർ ഒരു പ്രാവശ്യം പോലും മുഹമ്മദിന്റെ പ്രമാണങ്ങളുണ്ടല്ലോ, എല്ലാ സ്ത്രീകളും ശരീരം ദാനം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജ് ആണോ എല്ലാ ഞാൻ ചോദിച്ചത്? ഉപദേശങ്ങളും അംഗീകരിക്കുന്ന ഒരു മുസ്ലിമായിട്ട് വേണം നമ്മൾ വിചാരിക്കാൻ. താങ്ക് യു. അങ്ങനെ ഞാൻ കുറച്ച് ഫിക്ഷൻസ് വായിക്കാറുണ്ട്, പിന്നെ കുറെ പഠനങ്ങൾ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയൊക്കെ, പിന്നെ അറബിയുമായി ബന്ധപ്പെട്ട ജെയിംസ് സാറേ, അങ്ങനെ തന്നെ കാണുന്നുള്ളൂ ബോസിനെ. അറബി സാഹിത്യങ്ങൾ, അറബി സാഹിത്യങ്ങളുണ്ടല്ലോ, താങ്കൾക്കാണ് സമയം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക സഹോദരൻ. അപ്പൊ അതുമായി അപ്പം ജെയിംസ് സാർ പറഞ്ഞ കേട്ടായിരുന്നോ? മുഹമ്മദ് പ്രവാചകനാണ് എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ ക്രിസ്ത്യാനിറ്റി തെറ്റാണെന്ന് അവൻ ഓട്ടോമാറ്റിക്കലി പറയുക. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് കാണിച്ച എല്ലാ മ്ലേച്ഛതകളും, ഫോർ എക്സാമ്പിൾ സ്വന്തം മകളായ ഫാത്തിമയ്ക്കിടയിലേക്ക് മുഖമമർത്തുന്നതും നാവ് നക്കുന്നതും, ഇതെല്ലാം താങ്കളുടെ പ്രവാചകൻ ചെയ്തിട്ടുണ്ട്, നല്ല കാര്യമാണെന്ന് താങ്കൾ പറയേണ്ടി വരും. Do you condone that? Do you agree with that? താങ്കളുടെ പ്രവാചകൻ ഇതൊക്കെ ചെയ്ത് നല്ല കാര്യമാണോ? എന്റെ പ്രവാചകനല്ലോ മുഹമ്മദ്. താങ്കൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക എന്റെ പൊന്നു സഹോദര. നിങ്ങൾ ഇപ്പം പറഞ്ഞു നിങ്ങളുടെ പ്രവാചകനാണ്, അദ്ദേഹം ഒരു നല്ല പ്രവാചകനാണ്, അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. ഇപ്പൊ പറ ഇതെന്റെ പ്രവാചകനല്ലെന്നോ? 1 മിനിറ്റ് സമയം തരാവോ? ബോസ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മുഹമ്മദിനെ. 1 മിനിറ്റ് സമയം തരാവോ? അത് 1 മിനിറ്റ് താങ്കൾക്കുള്ള അവസരമാണ് തരുന്നത്. വി ആർ ടോക്കിംഗ് റൈറ്റ് നൗ. അതായത് അപ്പം താങ്കൾ മുഹമ്മദിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാ, ശരിയല്ലേ? അതായത് ഖുറാൻ appears in the late antiquity. It is a classic late antiquity. ഖുറാൻ? ഏത് ഖുറാൻ? Give me 1 second. Give me 1 minute, man. ഏത് ഖുറാൻ? Which Quran are you talking about? Tell me. Are you talking about the Hafs Quran or the Warsh Quran, the Khalun Quran, the Al-Duri Quran, or 37 different Quran? Which Quran are you talking about? Quran appears, you said. Which Quran? Whatever. I mean, there is no. There is no whatever. Tell me which Quran are you specifically mentioning about? There is not much difference between these Qurans, except there is more than 5,000 different. If you have not even studied about it, how do you know that there is not much difference? My dear, you don't know. Hafsum Varshum Tamil, brother.
താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ പറയുകയാണ്. ഈ റൂമിനകത്ത് താങ്കൾ അബദ്ധത്തിൽ കയറി വന്നതാണോ താങ്കൾ എടുത്തു കയറ്റിയതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ റൂമിനകത്ത് ഞങ്ങൾ ഇതിനെപ്പറ്റി വളരെ വൃത്തിയുള്ള ചർച്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ദർ ഈസ് മോർ ദാൻ 5,000+ ഡിഫറൻസസ് ബിറ്റ്വീൻ ഹഫ്സ് ആൻഡ് വർഷ്. ഹഫ്സും Of വർഷും course, തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? സഹോദര. ഹഫ്സും വർഷും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? സഹോദരി, സഹോദര, അച്ചായൻ, അച്ചായത്തി, ഇതൊന്നും എനിക്കറിയണ്ട. അറിയാമോ ഇല്ലയോ എന്ന് പറ. Of course. ഉണ്ട്. അപ്പൊ ഏത് ഖുറാനാ താങ്കൾ ഫോളോ ചെയ്യുന്നേ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. താങ്കൾ ഫോളോ ചെയ്യുന്ന ഖുറാൻ പറയൂ സഹോദര. ഇതുവരെ Hafs. കോമഡി ഷോ ആണോ? Let's go with Hafs. ലെറ്റ്സ് ഗോ വിത്ത് ഹഫ്സ്. ശരി, ഹഫ്സ് എന്ന കള്ളൻ റിവായത്ത് ചെയ്ത എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം മേടിച്ചിട്ട് ആ പുസ്തകം തിരിച്ചു കൊടുക്കാത്ത ഹദീസുകൾ പോലും ഇസ്ലാമിക പണ്ഡിതന്മാര് ഹഫ്സിന്റെ ഹദീസുകൾ പോലും അംഗീകരിക്കാത്ത ഹഫ്സിന്റെ ഖുറാനാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തായിരിക്കുന്ന ബോസ് ഫോളോ ചെയ്യുന്നത്. ഹഫ്സ് കള്ളനായിരുന്നു എന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? കൊല്ലല്ലേ. ബോസ്, താങ്കൾ എടുത്തതാണ് ഹഫ്സ്. മുസ്ലിങ്ങൾ ഓൾമോസ്റ്റ് 90-95% വായിക്കുന്ന ഖുറാനാണ് ഹഫ്സിന്റെ ഖുറാൻ. ഹഫ്സിന്റെ റിവായത്താണ്. ഈ ഹഫ്സ് കള്ളനായിരുന്നു എന്നുള്ള വിഷയം താങ്കൾ പഠിച്ചിട്ടുണ്ടോ? ചത്ത പോലെ കിടക്കാനൊന്നും പറ്റത്തില്ല ഈ റൂമിനകത്ത്, ഞങ്ങൾ കുത്തിപ്പൊക്കും. എന്തോ ചെയ്യാനാണ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? സഹോദര, ഫോൺ അവിടെ വെച്ചേച്ച് മൈക്ക് എടുക്കൂ, അത് പറയൂ. ഹഫ്സിനെയാണ് താങ്കൾ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്നുള്ള വിഷയം താങ്കൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ? ഹി കാൻ സ്പീക്ക്, ഹി ഈസ് മ്യൂട്ട്. മനസ്സിലായില്ലേ? ഒറ്റയടിക്ക് വാ അടഞ്ഞു പോയി. ഇനി തല്ലിയാലും ശരി മിണ്ടത്തില്ല, ഞാൻ ചത്താലും മിണ്ടത്തില്ല. കമോൺ ബോസ്, ഓപ്പൺ യുവർ മൗത്ത്. ഈ മുഖത്തിന് മൂക്കിന് താഴെ ഒരു ദ്വാരമുണ്ട്, അത് എന്ന് പുറന്നു കഴിയുമ്പോൾ തുറക്കും. അതിനകത്തൊരു സാധനം ഉണ്ട്, നാക്ക്. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ബോസ് സംസാരിക്കൂ. നസ്രീൻ ബ്രദറെ, ഗ്രേറ്റ് ജോബ്. മനസ്സിലായില്ലേ? ഇനി പുള്ളിയുടെ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നേ, അറബിക്കടലിൽ ചാടി ചാവുന്നതാണ് നല്ലത്. ഞാൻ ഓടിപ്പോയതല്ല കേട്ടോ, എന്റെ മൊബൈലിലെ ചാർജ് തീർന്നു പോയി. കുഴപ്പമില്ല ബ്രദറെ, താങ്കൾ മൊബൈലിന്റെ ചാർജ് കുത്തി വെച്ച് താങ്കൾ പറയൂ, ഹഫ്സ് ഒരു കള്ളനായിരുന്നോ അല്ലയോ? നമ്മൾ എന്തിനാ വിഷയം ഷിഫ്റ്റ് ചെയ്യുന്നപ്പോ? താങ്കൾ ഹഫ്സിന്റെ ഖുറാൻ എടുത്തോണ്ട് വന്നത് കൊണ്ട് ഹഫ്സ് അതിനെപ്പറ്റി ചോദിക്കുക. താങ്കൾ വിശ്വസിക്കുന്ന ഖുറാൻ ഹഫ്സിന്റെ ആണ്. ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്നുള്ള വിഷയം താങ്കൾക്ക് അറിയാമോ ഇല്ലയോ എന്ന് പറയൂ. എന്റെ പൊന്നു സഹോദര, താങ്കൾ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്നെ ആൻസർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. താങ്കൾ ആൻസർ ചെയ്തത് കൊണ്ടാണ് കൗണ്ടർ ചോദ്യം വന്നത്. താങ്കൾ പറഞ്ഞു ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹഫ്സിന്റെ ഖുറാനാണ്, ശരിയല്ലേ? താങ്കൾ പറഞ്ഞായിരുന്നോ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഹഫ്സിന്റെ ഖുറാനാണെന്ന്? പറഞ്ഞായിരുന്നോ ഇല്ലയോ? Did you say it or not? Don't laugh like a fool. ഞങ്ങളാണ് ചിരിക്കേണ്ടത്, താങ്കളാ ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചിരിക്കുന്നില്ല. You are the one who is laughing like a fool. You are the one who said that Hafs Quran I want to take. ശരിയല്ലേ? പൗരസ്ത്യ സുറിയാനിൽ എഴുതിയ ബൈബിളാണ്. എന്തോ കുന്തമാണെങ്കിലും ഞാനതൊന്നും എടുക്കത്തില്ല സഹോദര. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? ആരായി ഹഫ്സ്? ആരായി ഹഫ്സ് എന്നോ? അടിപൊളി. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ തന്നെ പറയാ ഹഫ്സിന്റെ ഖുറാൻ എടുക്കാവുന്നത്, എന്നിട്ട് പറയാ ആരായി ഹഫ്സ് ആരാണെന്ന്. താങ്കൾ എന്തോ അറിഞ്ഞിട്ടാ താങ്കൾ ഈ ഇസ്ലാമിലോട്ട് ചാടിയെന്നൊന്ന് പറയാമോ? മുഹമ്മദിന്റെ സൽസ്വഭാവം കണ്ടിട്ടായിരിക്കുന്നേ. മുഹമ്മദ് താങ്കൾക്ക് പ്രവചിച്ച് പറഞ്ഞ കാര്യം വല്ലതും വിശ്വസിച്ചിട്ടാണോ? അങ്ങോട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിലോട്ട് വ്യഭിചാരശാലയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് 100 സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ചെയ്യാം, 100 ഇന്റർകോഴ്സ് ചെയ്യാമെന്നുള്ള ആഗ്രഹം വെച്ചോണ്ടാണോ താങ്കൾ അങ്ങോട്ട് ചാടിയത്? ബോസ്,
ഒരു ദിവസത്തിൽ ഹൂറിമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ 100 സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ഒരു ദിവസത്തിൽ ചെയ്യാം. ആ 100 പുരുഷന്മാരുടെ ശക്തി കൊണ്ട് ഈ 100 സ്ത്രീകളുമായി ലൈംഗിക ബന്ധം ചെയ്യാൻ ഉള്ള ആ പ്രവചനം വിചാരിച്ചിട്ടാണോ താങ്കൾ അങ്ങോട്ട് ചാടിയത്? ഇസ്ലാമിനെ വിളിപ്പിക്കാൻ അതുകൊണ്ടാണ് താങ്കൾ ഈ വന്നേക്കുന്നത്? അതോ രക്തം വരാത്ത 80,000 പയ്യന്മാരുടെ വിഷയം വിചാരിച്ചിട്ട് താങ്കൾക്ക് അങ്ങനത്തെ വല്ല സ്വഭാവം വല്ലതും ഉണ്ടോ? അതാണോ താങ്കളെ ഇസ്ലാമിലേക്ക് അട്രാക്ട് ചെയ്തത്? കാരണം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മ്ലേച്ഛതയാണ്, വൃത്തികേടാണ്, മഹാഭോഷ്കാണ്. കള്ളപ്രവാചകനും കള്ളപ്രവാചകൻ്റെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് എന്ന് 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ കൃത്യമായി പറയുന്ന ആ സെയിം ആത്മാവിലാണ് താങ്കളുടെ പ്രവാചകൻ കാര്യങ്ങളെ നടത്തിയിരിക്കുന്നത്. അറിയാമോ? എന്താ പറ്റി? കേട്ടിട്ടില്ല ഇതൊന്നും? ഇല്ല സഹോദരൻ, ഞാൻ കേട്ടിട്ടില്ല. ഒരു ദിവസം കൊണ്ട് 100 സ്ത്രീകളുമായി ബന്ധപ്പെടാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. 100 intercourse in a day? No. You don't want to? It's a bumper offer for you, man. Muhammad is giving you a bumper offer. You are saying you don't want to? ഞാൻ Why? പറഞ്ഞ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എന്താണ് താങ്കൾ എന്ത് പറഞ്ഞാലും you don't want to have intercourse with 100 women in a day and you are here to whitewash Islam? Pain be upon him. Can you give me 1 minute? We are giving you a minute. You are talking. We are responding. I am giving you a minute. You gave me a ആൻസർ. ഹഫ്സിൻ്റെ ഖുറാൻ എടുക്കാം. ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്നുള്ള വിഷയം ഞാൻ ഓൾറെഡി താങ്കളോട് ചോദിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറ. നമുക്ക് ആ വിഷയം എടുത്തിട്ട് മുന്നിലോട്ട് നീങ്ങാം. Yes. Okay. അതായത് for 1,000 years. What 1,000 years? I'm talking Christianity. about Hafs. I'm talking about Hafs. You are going to 1,000 years. Who cares about that? Listen to me, man. എൻ്റെ സഹോദര, താങ്കളെ ഒരു വിഷയവും മാറ്റാൻ അനുവദിക്കത്തില്ല. ഇല്ല, താങ്കൾ I മാറ്റണ്ട. will ഞാൻ not ഇത്രേ let you. പറയുന്നുള്ളൂ. I will not allow you to divert to any other position. ഇല്ല, താങ്കൾ You brought me ഹഫ്സിൻ്റെ ഖുറാൻ. താങ്കൾ ഹഫ്സിൻ്റെ ഖുറാൻ എടുത്തുകൊണ്ട് വന്നത് കൊണ്ടാണ് താങ്കൾക്ക് ഞാൻ ഇത് പറഞ്ഞത്. ഹഫ്സ് ഒരു കള്ളനായിരുന്നു എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ തന്നെ വളരെ കൃത്യമായി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Okay. You listen to me. Just allow me to finish one sentence. So which Quran do you want to follow now? Now Hafs is gone under the bus. Let's go to the next Quran. Which Quran do you want to follow? Yes. For 1,000 years. 1,000 years or 10,000 years? So which Quran do you want to follow now? For 1,000 years. 1,000 years, who 1,000 cares? years before there was a jungle. His name was Annadurai. എന്തുവാ ഇത്? 1,000 years? What happened? For Exactly. 1,000 years, for 1,000 years. What happened exactly? ബോസേ, താങ്കൾ ചോദ്യത്തിന് മറുപടി പറയൂ. Which Quran do you want to take now? അതെ, അതാണ് ഞാൻ പറയുന്നത്. പറയൂ. ഏത് ഖുറാന്റെ പേര് പറയൂ. സമ്മതിക്കാത്ത ഈ പറയാൻ സമ്മതിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ താഴെ ഇരിക്കുന്ന ഓഡിയൻസിനോട് ചോദിക്കും, പറയാൻ സമ്മതിക്കുന്നില്ലയോ ഉണ്ടോ ഇല്ലയോ എന്ന്. അതെ, അതാണ് ഞാൻ പറയുന്നത്. For 1,000 years. 1,000 years പറഞ്ഞു കഴിഞ്ഞു. എത്ര പ്രാവശ്യം ഈ 1,000 years പറയും? താങ്കൾക്ക് ഈ മുഹമ്മദിനെ പോലെ വല്ല പ്രശ്നം വല്ലതും ഉണ്ടോ സഹോദരൻ? മറവിയുടെ പ്രശ്നം വല്ലതും ഉണ്ടോ? ചെയ്യാത്ത കാര്യം ചെയ്തതുപോലെ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ബോസേ, ഈ മുഹമ്മദിനെ പോലെ ഈ കാര്യങ്ങൾ ചെയ്യാത്ത കാര്യം ചെയ്തു, ഇല്ലാത്ത കാര്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു പരിപാടി ഒന്നും താങ്കൾക്ക് വല്ലതും ഉണ്ടോ? അതുകൊണ്ടാണ് ഈ റിപ്പീറ്റ് അടിച്ചോണ്ടിരിക്കുന്നത്. എന്നെ ഒരു സെന്റൻസ് നിങ്ങൾ പറയാൻ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും താരാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ ആയിപ്പോയി. ആളാരാണെന്ന് സ്വയം പുള്ളിക്ക് അറിയില്ല. പിന്നെ ആൾ മാറാട്ടം നടത്തി അവസാനേ ഞങ്ങക്ക് മുനാഫിക്ക് മുഷിക്കിരി എന്തൊക്കെയാ പറഞ്ഞത്. മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറയേ. മുഹമ്മദ് ലാനത്തുള്ള എന്ന് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കും. മുഹമ്മദ് ലാനത്തുള്ള ഇത് പറ. ഇതാണ് ഇവിടുത്തെ കോഡ് വേർഡ്. ഈ റൂമിന്റെ കോഡ് വേർഡാണ്. ഞങ്ങൾക്കൊരു മുസ്ലിമിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾ വലിയ നീണ്ട കാര്യങ്ങളൊന്നും പറയത്തില്ല. സിമ്പിൾ ഒരു ലൈൻ മാത്രം പറയത്തില്ല.
അത്രേ ഉള്ളൂ. ലാനത്തുള്ള മുഹമ്മദ് ലാനത്തുള്ള. മുസ്ലിങ്ങളൊക്കെ തിക്കി തെരഞ്ഞ് താഴേന്ന് കയറി വരുന്നു. മുഹമ്മദ് ലാനത്തുള്ള പറയാൻ എന്തൊരു ആഗ്രഹമാണെന്ന് നോക്കിക്കേ. താഴേന്ന് മുമ്മൂന്ന് കയറി വരുന്നു, താഴേന്ന് വേറെ മുസ്ലിങ്ങളെല്ലാം കയറി വരുന്നത്. അല്ല സഹോദരൻ നസ്രീം ബ്രദർ ഒരു സെക്കൻഡ്, ഒരേ ഒരു അല്ല, സെന്റൻസ് താങ്കൾ എന്റെ പൊന്നു സഹോദര, എന്റെ പ്ലീസ് ബോസ്, ഡോണ്ട് കോൾ മീ ആസ് ഈവൻ എ ബ്രദർ. വേറൊരു കാര്യം കൂടി ചോദിച്ചേക്കാം, വേണമെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ടേ. വികലാംഗനായോ? മനസ്സിലായില്ല. മനസ്സിലായില്ലെങ്കിൽ താഴെ ഇരിക്കുന്നവർക്ക് മനസ്സിലായി. അത് മനസ്സിലായിക്കോളും. പതുക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. മനസ്സിലായല്ലോ. ഇത് വല്ലോ അറിഞ്ഞിട്ടാണോ ഈ വികലാംഗനാകാൻ പോയത്? മുഹമ്മദ് എന്ന വൃത്തികെട്ട ഒരു മ്ലേച്ഛനായ വ്യക്തിയെ അറിഞ്ഞിട്ടാണോ താങ്കൾ ഈ വികലാംഗനാകാൻ വല്ലതും ആഗ്രഹിക്കുന്നത്? മുമ്മോ ഇവിടെ മുഹമ്മദിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പറയിപ്പിക്കണം. നീ മിണ്ടാതിരുന്നോണം കേട്ടോ. ഞങ്ങൾക്ക് നിന്നെ പേടിയോ? ആവശ്യമില്ലാത്ത കമന്റ് എഴുതിയിട്ടാൽ മുഹമ്മദിന്റെ വീട്ടിലോട്ട് നിന്റെ പെണ്ണുമ്പളയും കൂടെ പറഞ്ഞു വിടും. നീ അവസാനം മൂക്കളം പിഴിഞ്ഞ് ഇവിടുന്ന് പോരേണ്ടി വരും. പാട്ടാണ് ബോസ്. സഹോദര, താങ്കളോടുള്ള ചോദ്യം എന്തുവായിരുന്നു? ഞാൻ എന്തുവാ ചോദിച്ചത് താങ്കളോട് ലാസ്റ്റ്? താങ്കൾ എന്നോട് ഒത്തിരി ചോദ്യം ചോദിച്ചു. അതിനെപ്പറ്റി താങ്കൾ എന്തിനെങ്കിലും മറുപടി തന്നോ? എന്നെ അനുവദിക്കണ്ടേ സഹോദര? ബ്രദറെ, അനുവദിക്കുമ്പോൾ താങ്കൾ പിന്നെ ഈ ഓൺ 1000 years ഫോർ 1000 years എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തോ ഈ പറയേണ്ടി? അപ്പൊ തന്നെ 10,000 വർഷമായി. ഇപ്പൊ തന്നെ ഒരു 10,000 വർഷം ഓൾറെഡി ആയിക്കഴിഞ്ഞു. 1000 + 1000 + 1000 + 1000 ഇപ്പൊ ഒരു 10,000 വർഷം ആയിക്കഴിഞ്ഞു. ഒരു സെന്റൻസ് നിങ്ങൾ ഒരു സെന്റ് പറയുമ്പോഴത്തേക്കിന് കോൾ വരുവാണല്ലോ. നിങ്ങളെ മുസ്ലിങ്ങൾ കോൾ ചെയ്യുക. സെക്കൻഡ്സ് പുള്ളിക്കാരന് കൊടുക്കട്ടെ, പുള്ളി എന്തെങ്കിലും വൃത്തിയോട് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സോറി ഫോർ ഓൾ ഓഡിയൻസ്. ഹി ഈസ് ഓപ്പണിംഗ് ഹിസ് മൗത്ത് ആൻഡ് 30 seconds counting. Start 1 2 3. Okay, I am a Chaldean Christian. We don't care about it. No. We don't care about it. What kind of Christian you are. You should not even dare to call yourself as a Chaldean Christian, because the amount of atrocities that Islam has done to them. മറ്റേ കൽദായ സഹോദരൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ താങ്കളെ ഇപ്പം മേറെ കയറ്റിച്ചേനെ. വേറെ ഒരു സഹോദരനുണ്ട് ഞങ്ങൾക്ക്, പുള്ളി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇപ്പം റോക്കറ്റ് കയറ്റി താങ്കളെ മേളിലോട്ട് കയറ്റിച്ചേനെ. യു ഡോണ്ട് ഈവൻ ഡെയർ ടു സേ ഐ ആം എ കാൽഡിയൻ ക്രിസ്ത്യൻ. Because Islam has literally done the massive atrocities over the Chaldean Christians. I agree. I totally agree. And you follow Muhammad as a prophet? No, I don't follow Muhammad as a prophet. So say Lanatullah, Muhammad Lanatullah. Yeah, that's exactly my point. Say Muhammad Lanatullah. You listen to me. Say Muhammad Lanatullah. Parayu, say Muhammad Lanatullah. 1 second. We are giving you 1 second. You say this, I will give you 30 seconds more. You say Muhammad Lanatullah, I will give you 1 minute. My offer. This is what you told. ആരും ഇടയ്ക്ക് കയറാതെ മുഹമ്മദ് ലാനത്തുള്ള. കാരണം എന്തുവാ? ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വചനത്തിൽ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരോധമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ ഇറങ്ങി വന്ന് നിങ്ങളോട് മറ്റൊരു സുവിശേഷം പറഞ്ഞാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. ലാനത്ത് ഓൺ ഹിം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് സേ ദാറ്റ് മുഹമ്മദ് ഈസ് എ ഫോൾസ് പ്രോഫറ്റ്. വി വിൽ ലെറ്റ് യു ഗോ. Yeah, just give me 1 second. Say, no, I will give you an eternity to speak if you will say Muhammad Lanatullah. അതല്ലേ എന്നെ ഒരു സെക്കൻഡ് നിങ്ങൾ സംസാരിക്കാൻ. സഹോദര, ഇത്രയും നേരം കൊണ്ട് പിന്നെ ആരാ സംസാരിച്ചേ? ഇവിടെ ആരാ സംസാരിച്ചേ ഇത്രയും നേരം? നിങ്ങളല്ലേ സംസാരിക്കുന്നേ? ഞാൻ ഇത്രേ പറഞ്ഞോളൂ. നിങ്ങൾ ഇത്രയോ ഒന്നും പറയണ്ട. നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. സേ മുഹമ്മദ് ലാനത്തുള്ള. ബ്രദറെ, ഇവൻ പറയത്തില്ല. ഇവൻ ബോവസ് ലാനത്തുള്ള. ഞാൻ എന്റെ ഒരു ബോവസ് ലാനത്തുള്ള എന്ന് പറയും. ബോവസ് ലാനത്തുള്ള.
ബോസിലാണ് Yes. ഫുൾ സിസ്റ്റർ അത് see, അതല്ല ഇതല്ല, ഞാൻ പറഞ്ഞല്ലോ that's a different ബോസ്. താങ്കളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ സഹോദര. മുന്നിലോട്ട് അവസരം തരുമോ താങ്കൾക്ക്? ഐ വിൽ ഗിവ് യു മോർ മിനിറ്റ്സ് ഇഫ് യു വിൽ ഗോ വിത്ത് ദിസ് ഹർഡിൽ. of വി ആർ course ടെസ്റ്റിംഗ് യു. Muhammad is not my prophet. We did That's not not ask that. possible. അതല്ല ഞങ്ങൾ ചോദിച്ചത്. അതല്ല ഞങ്ങൾ ചോദിച്ചത്. മുഹമ്മദ് ഈസ് നോട്ട് യുവർ പ്രോഫറ്റ് എന്നല്ല ഞങ്ങൾ ചോദിച്ചത്. വി സെഡ് സേ മുഹമ്മദ് ലാനത്തുള്ള the What's the curse. difference? Can you tell me Yeah, അംഗവൈകല്യം what's the that's difference? how അംഗവൈകല്യം that's how we know. വന്നത് What's the അംഗവൈകല്യം difference? വന്നതുപോലെ ഒരാള് What's the difference? ഇതൊക്കെ You tell me കട്ട് what There is is the a ചെയ്യണം. huge difference. difference. It's a There is a കട്ട് huge subtle ചെയ്യുന്ന difference. big ഒരാളെ താടി What's the ഇരിക്കുന്നുണ്ട്. difference? You I tell will me tell you what's the the difference. difference. I will tell you the difference. A Yes. Muslim can lie stuck in a situation where he is stuck. He can lie just to escape. He can say Muhammad is not my prophet. No problem. Allah will still accept him. But a Muslim curse Muhammad with Allah, that's not possible. He will not do that. That is just nonsense. No, Because that's not nonsense. That is how practically it works. all these are no, nonsense, man. ഇതെല്ലാം പൊട്ടത്തരവാണ്. ഞങ്ങൾക്കറിയാം ഇതെല്ലാം പൊട്ടത്തരവും. ബോസ് വിശ്വസിച്ചിരിക്കുന്ന ഈ വിശ്വാസം തന്നെ പൊട്ടത്തരവാണെന്ന് ഞങ്ങൾക്കറിയാം. ഡോണ്ട് വേസ്റ്റ് അവർ ടൈം. ഐ എം ഗിവിംഗ് യു ഫൈനൽ ടൈം. ഇഫ് യു വാണ്ട് ടു സേ ഇറ്റ് ഓർ ദെൻ ഐ വിൽ റിമൂവ് യു നൗ. വി ഹാവ് ഇനഫ് എന്റർടൈൻമെന്റ് ഫോർ ദി ഈവനിങ് ടുഡേ. all right. Okay, this is my last sentence. I'm We going did to not say. ask you for your last sentence. You say a sentence. Before you saying a sentence, you say this or you do not say at all. Yeah. Okay, I'm going to say it. Okay. Okay, go. I'm a Chaldean You Christian. who For a care thousand about years. that? പറഞ്ഞു Who care about that? അതെവിടെ പോയി പുള്ളി അവിടെ പോയി Idiot. എന്റെ പോയില്ലായിരുന്നു ഈ പുള്ളി ഇതുവരെ ആയിട്ടും. ഇവൻ മേത്തനായിരുന്നേ, ഒന്നാം തരം മേത്തനാന്നവൻ. ഇത് കാക്കക്കൂട്ടി കല്ലിട്ട് കൂട്ടാറില്ല സകല കാക്കാമാര് ഇളകി കാക്കാമാരുടെ ഭയങ്കര ബഹളം കേട്ടോ. കാക്കാമാർ ഓരോന്നോരോന്നേ കയറ്റി വിടും. ഓരോന്നോരോന്നിനെ കേറിവാ മോനെ, ഓരോന്നോരോന്നായിട്ട് കേറിവാ. കേറി വരുന്ന എല്ലാവരും മുഹമ്മദിനെ, അതെ വന്നായിരുന്നു. കേറി വന്ന ഓരോരുത്തരും മുഹമ്മദിനെ പോലെ പാള കെട്ടിക്കൊണ്ട് വന്നേക്കണം. ഓൾറെഡി ഞാൻ പറയുകയാണ്, തരുമ്പോ എല്ലാത്തിനും ഒന്നിച്ചു തരും. ഇപ്പൊ ഇനി എടുക്കണ്ട പറയുന്നത് കേട്ടല്ലോ. അല്ല, ഇത് തുടക്കത്തിൽ എന്റെ മേടിച്ച് കെട്ടി പോയതാ നസ്രേനെ. അതെ സൗരന്മാര് പറഞ്ഞായിരുന്നു. പിന്നെ ഒന്ന് ചുമ്മാ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചതാ. എന്റെ DP-യില് 40 ഡിഫറെന്റ് ഖുറാന്റെ ഉണ്ട്. പിന്നെ എന്റെ മേത്ത് തന്നെ ഞാൻ ഒരു ത്രെഡ് ഇട്ടിട്ടുണ്ട്. അനീഷ സൗണ്ട് ക്ലിയർ അല്ല. മനസ്സിലായി. അനീഷിന്റെ DP-ക്കകത്ത് നോക്കിയാൽ മതി, 40 ഡിഫറെന്റ് ഖുറാനുകൾ കിട്ടും. അനീഷിന്റെ സൗണ്ട് ക്ലിയർ അല്ല. എങ്ങനൊക്കെ ഈ കാക്കന്മാരെ എന്തൊക്കെ പരിപാടിയാണ് ഈ കാണിക്കുന്നത് നോക്കിക്ക്. ഇവന്മാർക്ക് നേരെ മര്യാദയ്ക്ക് വന്നിട്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഓരോ പുതിയ സുഡാപ്പികളെ ഇറക്കിയിരിക്കുക. ഐ എം എ ഖൽദായൻ ക്രിസ്ത്യൻ. നാണം ഉണ്ടായിരിക്കണം ഇങ്ങനെ മനുഷ്യൻ പറയാൻ. ഐ എം എ കൽദായൻ ക്രിസ്ത്യൻ. കാലഡിയൻ ക്രിസ്ത്യൻസിന്റെ ഹിസ്റ്ററി അറിയാവുന്ന ഒറ്റ ഒരുത്തനും ഇസ്ലാമിനെ വെളുപ്പിക്കത്തില്ല. മുസ്ലിമിനെ വെളുപ്പിക്കാൻ ഒറ്റ ഒരുത്തൻ പോലും വരത്തില്ല. നസറിനെ കഴിഞ്ഞ ദിവസം ഇതുപോലെ കക്ഷി കയറി വന്നു. ഒരു എങ്ങും അല്ലാത്ത രൂപത്തിൽ നമ്മൾ അങ്ങനെ വിമർശിക്കാൻ പാടേണ്ട ഓടെയാന്ന്. അതിന് മറുപടി പിന്നെ തെറിയൊക്കെ വേണ്ട പുള്ളി ചാടി വിടുന്നു. അപ്പം ആ തനി കോണം പുറത്തോടെ എടുത്തു, പിന്നെ ചാടി അങ്ങ് പോയി. ഇതിവിടെ ഒരു സ്ഥിര ശൈലിയാണ്. എവിടുന്നെങ്കിലും ഓരോന്നിനെ കൊണ്ടുവരും. ഈ മുസ്ലിമായി പോയ ഏതെങ്കിലും ഒരുത്തൻ ക്രിസ്ത്യപക്ഷത്തിൽ നിന്നും മുസ്ലിം ആയിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഇതൊന്നും അറിയാതെ പോയതാ. നമ്മൾ ഇത്രയും ചോദ്യം ചോദിക്കുന്നു, ഇത്രയും ക്വസ്റ്റ്യനകത്ത് കിടപ്പണമെന്ന് സ്വപ്നത്തിൽ പോലും ഏതോണ്ട് വലിയ ആളാന്ന് വിചാരിച്ചാണ് മുഹമ്മദിനെ തേടി പോകുന്നത്. പക്ഷെ ഇതൊരു എന്താ പറയുക, കക്കൂസ് കുഴിയാന്നുള്ള കാര്യം പിന്നീട് ആൾക്കാർ ചോദിക്കുമ്പോഴും പറയുമ്പോഴല്ലേ അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് ബോവസെ, ഞങ്ങള് ക്രിസ്ത്യവിശ്വാസികളാണ്. ഞങ്ങൾ ഇത് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതിന് കാരണമുണ്ട്. ചുമ്മാ അല്ല ഞങ്ങള് ഇത് വിമർശന വിധേയമാക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിൽ പിശാച് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു ഒരു തന്ത്രമാണ് ഇസ്ലാം. ഒരു ഏകദൈവ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് എന്നാൽ പല ദൈവങ്ങളെ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഞങ്ങളിവിടെ തെളിയിക്കാറുണ്ട്.
ഖുറാനകത്ത് തന്നെ ഉണ്ട് പലതരത്തിലുള്ള ദൈവങ്ങളെ, ഈ പറയുന്ന അള്ളാഹു ഒരു പെൺപിള്ളാര് വരെ ഉണ്ടെന്നും അള്ളാഹു തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ശക്തി ആണ് ഇസ്ലാം എന്നും മനുഷ്യവർഗത്തിന് ദൈവം ഒരുക്കിയ രക്ഷാമാർഗത്തെ സൗജന്യമായിട്ട് വിശ്വാസത്താൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ലഭിക്കുന്ന രക്ഷാമാർഗത്തെ തടയാൻ വേണ്ടി ഇരുട്ടിന്റെ അധികാരിയായ പിശാച് കണ്ടുപിടിച്ച ഏറ്റവും വലിയ ചതിക്കുഴിയാണ് ഇസ്ലാം. അത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞാന് ഈ ഇസ്ലാം, ഖുറാൻ അല്ലെങ്കിൽ മുഹമ്മദിലൂടെ വന്ന ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം പൈശാചികമാണെന്ന് ദൈവവചനത്തിലൂടെ തെളിയിക്കാം, അല്ലെങ്കിൽ ഖുറാനിലൂടെ തെളിയിക്കാം, അല്ലെ മുഹമ്മദിന്റെ സ്വഭാവത്തിലൂടെ തെളിയിക്കാം. ഏത് മേഖലയിലൂടെ നമ്മൾ യാത്ര ചെയ്താലും ഇസ്ലാം ഒരു ചതിയാണ്, പൈശാചിക മതമാണ്. അതിനകത്ത് മനുഷ്യത്വവും മാനവികതയും മര്യാദകളും ഇല്ല, ധാർമ്മികതകളില്ല. അതിനകത്ത് ഭീകരത, കൊള്ളിവെപ്പ്, കൊലപാതകം, വ്യഭിചാരം, ഇത് മാത്രമേ ഉള്ളൂ. ഏത് വൃത്തികേടിനെയും ഏത് തരത്തിലുള്ള അധാർമികതയും കുറ്റബോധം കൂടാതെ ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. അത് ബോവസ് അറിയാതെ പോയുന്നുണ്ട്. എനിക്ക് സൗരന്മാർ നേരത്തെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സതേ ക്ഷമിക്കുക, ഞാനത് മറ്റുള്ളവരോട് കേൾക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബോവസ് അത് മനസ്സിലാക്കുക. ഞങ്ങൾ ഒരു ദിവസം രാവിലെ മുണ്ടും മടക്കി കുത്തി മുസ്ലിമിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല. ക്രിസ്ത്യ വിശ്വാസത്തെയും ബൈബിളിനെയും യേശു കർത്താവിനെയും എല്ലാം അധിക്ഷേപിച്ചുകൊണ്ട് ഇവര് പ്രചാരണം തുടങ്ങിയ സമയത്താണ് ഇസ്ലാമിനെ പഠിക്കാൻ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് ഇയാൾ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ വിശ്വസിച്ചിരുന്ന ആളാണ് ഞാനും. മുഹമ്മദ് മുസ്ലിങ്ങളുടെ പ്രവാചകനാണ്, മുഹമ്മദ് ഏതാണ്ട് വലിയ താരമാണ്, മഹോന്നതനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയും ഇവർ തന്ന ഖുറാൻ വായിച്ച്, ഇവർ തന്ന പുസ്തകങ്ങൾ വായിച്ച് കഴിഞ്ഞപ്പോൾ ഒരു മ്ലേച്ഛനാണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ ആ സത്യം സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഇതൊരു പൈശാചിക മതമാണ്. ഒരു 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 കൊച്ചുദാഹരണം, ഇയാൾ ഇവിടെ പറഞ്ഞല്ലോ മുഹമ്മദ് പ്രവാചകനാണ്, അത് റോമിനെ കുറിച്ചാണ് പ്രവചിച്ചിട്ടുണ്ടെന്നൊക്കെ. റോമിനെ കുറിച്ച് ഒരു കുടയും പുള്ളി പ്രവചിച്ചിട്ടൊന്നുമില്ല. പുള്ളി പ്രവചിച്ചു എന്ന് ഒരിക്കലും മുസ്ലിങ്ങൾ ഇവിടെ വന്ന ഒരു മുസ്ലിം താരം ഇവിടെ വന്ന് ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ സല്ലല്ലാഹു സലവലാദി സല്ലം ഒരിക്കൽ പറഞ്ഞായിരുന്നു അന്ത്യകാലത്ത് മുഹമ്മദിനെ പഞ്ഞിക്കിടുന്ന പുള്ളി പ്രവചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊരു പ്രവചനമായിട്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ്. അന്ത്യകാലത്ത് അവസാന സമയത്ത്, ലോകാവസാന സമയത്ത് മുഹമ്മദ് പഞ്ഞിക്കിടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സത്യമായ പ്രവചനമാണ്. ബാക്കിയുള്ള ഒരു പ്രവചനം പുള്ളി പ്രവചിച്ചിട്ടില്ല. പക്ഷേ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഞങ്ങളുടെ റെക്കോർഡ് കിടപ്പുണ്ട്, ഞങ്ങൾ ചുമ്മാ പറയുന്നൊന്നുമല്ല. ഞങ്ങൾ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളുടെ തെളിവുണ്ട്. ആ തെളിവിൽ ഒരു തെളിവ്, മുഹമ്മദ് ഇവിടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുകയാണ്. ഇപ്പം ബോവസ് തന്നെ ഇരിക്കട്ടെ, ബോവസ് മുസ്ലിം ആണെങ്കിൽ ബോവസും ബോവസിന്റെ ഭാര്യയും കൂടെ റോഡിലൂടെ നടന്നു പോകുന്നു. ഇയാൾ ഈ പറഞ്ഞ പ്രവാചകൻ എന്ന് പറയുന്ന ഈ വ്യാജ പ്രവാചകൻ, ഞങ്ങൾ വ്യാജനെ പറയത്തുള്ളൂ, കള്ളനെ പറയത്തുള്ളൂ, ആ പ്രവാചകൻ റോഡിലൂടെ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്നു. ബോവസിനെ കണ്ടതിനേക്കാളും ബോവസിന്റെ ഭാര്യയെ പുള്ളിക്ക് കണ്ണു വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് പ്രസംഗിക്കുന്നത് പറയുന്നത് ഇങ്ങനെയാണ്: ബോവസ് അങ്ങ് പൊക്കോ, ഓൾ അവിടെ നിൽക്കട്ടെന്ന്. എന്ന് പറഞ്ഞാൽ ഏത് കൊടി കെട്ടിയവനും കെടി കെട്ടിയവനും ആണെങ്കിലും മുഹമ്മദ് മോഹിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ കൊടുക്കണം ശരീരത്തിൽ ഉപയോഗിക്കാൻ. ഇത് വലിയ ആവേശത്തോടെ പ്രസംഗിച്ചതാണ്. അപ്പൊ ബോവസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഈ പറയുന്ന പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിന് മുമ്പിൽ കൂടെ സ്വന്തം ഭാര്യയെ പോലും ധൈര്യത്തോടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ വന്ന മുമ്മുവിനെ പോലുള്ളവരും അതുപോലെ ഇവിടെ വന്ന പല മുസ്ലിങ്ങളും ഞങ്ങളുടെ പ്രവാചകൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും കൊടുക്കും, ഭാര്യയെ കൊടുക്കും എന്ന് പറയും. അതിന് നമുക്ക് ന്യായീകരണങ്ങളൊന്നുമില്ല. കാരണം അത് ആ ധാർമ്മികത ജീവിച്ചു വളർന്ന ഒരു വർഗമാണ്. അതുകൊണ്ട് ആരെയാണെങ്കിലും അവർ കൊടുക്കും മുഹമ്മദിന്. പക്ഷെ അല്പമെങ്കിൽ ആത്മാഭിമാനവും ഈ ആണത്വവും എന്നുള്ള വാക്കിന് അർത്ഥം ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ മറ്റൊരുത്തം കയറി പിടിച്ചാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? അത് ഈ മനുഷ്യനും ആണിനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ മുഹമ്മദിയർക്ക് അത് പ്രശ്നമല്ല. അവർക്ക് സ്വന്തം ഭാര്യയെ മുഹമ്മദ് വഴി കൂടെ പോകുമ്പോൾ, ഇടേ ബോവസെ, ഓൾ അവിടെ നിൽക്കട്ടെ, നീ അങ്ങ് വീട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ ബോവസ് മൂക്കളയും പിഴിഞ്ഞ് അങ്ങ് പോകാനേ വരത്തുള്ളൂ. സ്വന്തം ഭാര്യയെ കൊടുക്കണം മുഹമ്മദിന്. അത് ആവേശത്തോടെ ഇവർ പ്രസംഗിച്ചത്. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇതിന്റെ അർത്ഥം എന്തുവാ. അപ്പൊ അങ്ങനെ ഒരാഭാസൻ, ആഭാസം തന്നെ വിളിക്കാൻ പറ്റൂ, ഒരു സ്ത്രീക്കും പുരുഷനും കൂടെ റോഡിൽ കൂടെ മുഹമ്മദിന്റെ മുമ്പിൽ കൂടെ ധൈര്യത്തോടെ നടക്കാൻ പറ്റത്തില്ല
ഇയാൾ കണ്ണു വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെ പോലും കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് അയാളെ വിളിക്കാൻ പറ്റുന്നത് ഒരാഭാസനെന്നോ അധാർമികനെന്നോ ശ്രീലമ്പടൻ എന്നൊക്കെ വിളിക്കാൻ പറ്റും. ആ മനുഷ്യനെ ഞങ്ങൾക്ക് ഒരിക്കലും പ്രവാചകനായിട്ട് ബൈബിൾ പറയുന്ന പ്രവാചകന്മാരാരുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റിയല്ല. അവരുടെ കൂടെ നിർത്താൻ പറ്റിയല്ല. 1,000,000 മൈൽ അകലെ പോലും ഒരു ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളുടെ മുമ്പിൽ മുഹമ്മദിനെ നിർത്താൻ പറ്റിയല്ല. അത്രയ്ക്ക് അധാർമികനാണ് മുഹമ്മദ്. അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളിത് പഠിക്കാമെന്ന് പറഞ്ഞൊന്നുമല്ല, ഞങ്ങളിത് കുറെ കണ്ടത്. ബോബസ് ഖുറാൻ വായിച്ചിട്ടാണോ ഇസ്ലാമിലേക്ക് പോയത്? അല്ലെങ്കിൽ ബോബസ് ഖുറാൻ മുസ്ലിം ആണെങ്കിൽ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതെല്ലാം നടത്തിയിട്ട് ഞങ്ങളടുത്ത് സംസാരിക്കാൻ വരിക. ഇല്ലെങ്കിൽ ഈ കിടന്ന പോലെ ഇവിടെ കിടന്ന് ബബ്ബ അടിക്കേണ്ടയും 10,000 വർഷത്തെയും 10,000 4,000 കണക്കൊക്കെ നിങ്ങൾക്ക് പറയേണ്ടി വരും. സോ പ്ലീസ് പഠിച്ചിട്ട് വരിക. ഞങ്ങളോട് പണ്ട് പറഞ്ഞാണ് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തുക്കളേന്ന്. ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി, ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങി. വിമർശിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അള്ളാഹുവിനും പ്രവാചകനും ഭൂമി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇപ്പം വാനകോളങ്ങളെ താണ്ടി എങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കുവാണെന്ന് നാസ കഴിഞ്ഞിടയ്ക്ക് കണ്ടുപിടിച്ചായിട്ട് പറയുന്നുണ്ട്. അതെ, ഈ ലക്ഷ്യം തെറ്റി ഒരു സാധനം ഇങ്ങനെ പോകുന്നുണ്ട്, അത് എങ്ങോട്ടാ പോകുന്ന അറിയത്തില്ല എന്നൊരു അർത്ഥത്തിൽ അവർ അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയുന്നത് മുഹമ്മദ് അള്ളാഹൂടെ സഞ്ചരിക്കുന്ന ഒരു പേടകമാണ്. ആ ഭൂമിയിൽ നിന്നുള്ള പിടിയൊക്കെ വിട്ടുപോയി ഇങ്ങനെ പോയിരിക്കുകയാണ്. ക്രിസ്ത്യാനികളാണ് അതിന്റെ ബൂട്ടിൽ ബോംബ് വെച്ചെന്നും അത് പറന്നൊരു പോക്ക് പോയേക്കുവാണെന്നുമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അറിവ്. ബോമസിന് അത് അറിയത്തില്ലെങ്കിൽ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. നസ്രീൻ ബ്രദറെ കേൾക്കാമോ? പറഞ്ഞു ബിജു ഇല്ല ബ്രദർ ഞാൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചായിരുന്നു. നമുക്ക് ഇന്നൊരു പുതിയ സഹോദരി ഉണ്ടായിരുന്നു. അലി പാസ്റ്ററിനെയൊക്കെ അറിയുന്ന ഒരു സഹോദരിയാണ്. മുസ്ലിമിൽ നിന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു വന്ന സഹോദരിയാണ് ഇവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എന്ന് പറയുന്ന ഒരു സഹോദരി. ജസ്റ്റ് അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡന്റ് ഏതാണ്? സ്റ്റുഡന്റ് അത് നല്ലൊരു കാര്യമാണല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അബ്ബാസ് ബ്രദറെ, പ്രൈസ് ലോർഡ്. ഗുഡ് ഈവനിങ്. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സ്റ്റുഡന്റ് ഒന്ന് മൈക്ക് എടുക്കാമോ? സ്റ്റുഡൻറ്റ് സഹോദരനാണോ സഹോദരിയാണോ? സ്റ്റുഡൻറ്റ് ലേണർ, പ്ലീസ് മൈക്ക് എടുക്കൂ. സ്റ്റുഡൻറ്റ്. ഹലോ. അതെ പറയൂ. കേൾക്കാം. പറയൂ ബ്രദറെ. ഓക്കെ. വളരെ നല്ല ഒരു പ്രോഗ്രാം ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്, ജോയിൻ ചെയ്യാറുണ്ട്. ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ? ഇല്ല ബ്രദർ ഹോപ്പ്ഫുള്ളി ഈ റൂമുകളൊക്കെ കേൾക്കുമ്പോൾ പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒത്തിരി പഠിക്കാൻ സാധിക്കും. ഓക്കെ. കേൾക്കാം ബ്രദറെ, കേൾക്കാം. ബ്രദറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോളൂ. എനിക്ക് ആഡ് ചെയ്യാനുള്ളത് ഇതില് അവര് സൗണ്ട് ഒത്തിരിയായി. പറയൂ. ഒരു സെക്കൻഡ്. ഹലോ, കേൾക്കാമോ? ഇപ്പൊ ക്ലിയർ ആയി ബ്രദറെ. ഇപ്പം സൗണ്ട് ബെറ്ററാ. ഓക്കെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇത് ഫോളോ ചെയ്യുന്നത് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് അവർക്ക് മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണത്. അവർക്ക് പറ്റുന്നില്ല. കാരണം അതിൻ്റെ മെയിൻ റീസൺ ഞാൻ കണ്ടിരിക്കുന്നത്, അതിൽ എഴുതിയിരിക്കുന്നത്, അതായത് സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിളിയോട്
കൂടി അവരെല്ലാവരും വിചാരിക്കുന്നത്, ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് സത്യവിശ്വാസം എന്നുള്ള ഇതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, അതിൻ്റെ അവരെ പിടിച്ചു നിർത്തുന്നതിനുള്ള മെയിൻ റീസൺ. മറ്റുള്ളവരെല്ലാവരും മോശപ്പെട്ടവർ, നമ്മൾ കറക്റ്റ് ശരിയാണ് എന്നുള്ള ആ ഒരൊറ്റൊരു കോളാണ് മെയിൻ അവരുടെ എന്താ പറയുക, നമ്മളെല്ലാവരും പിഴച്ചവരെന്ന് പറയും. പക്ഷെ ആക്ച്വൽ അവരാണ് വഴിപിഴച്ചവരെന്നുള്ള കാര്യം അവർ മറന്നിരിക്കുന്നു, അവർക്ക് അറിയില്ല ശരിക്കും. അതാണ് അതിൻ്റെ മെയിൻ. പക്ഷെ അത് എത്രത്തോളം എന്താ പറയുക, അവർ മനസ്സിലാക്കാൻ അവരൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് പോകും, അവർ പുറത്ത് വരും. ബ്രദറെ, നമ്മളും അവരോട് അത് തന്നെയാണ് പറയുന്നത്. ഇപ്പം ഒരു മനുഷ്യൻ അമേദ്യം എടുത്തിട്ട് ടോയ്ലറ്റിൽ പോയി അമേദ്യം എടുത്തിട്ട് മടിയിലോട്ട് വെച്ചിട്ട് ഇത് നല്ല ഒന്നാം തരം ഗോൾഡ് സെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? മടിയിൽ ഇരിക്കുമ്പോഴത്തേക്കിലും അത് നാറ്റം വെക്കത്തില്ലേ? അതുപോലെ ഇവരുടെ അവസ്ഥ. കറക്റ്റ്. ഇവരത് തിരിച്ചറിയുന്നില്ല. ഇത് ഇത്രയും മോശപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് ഇവർ തിരിച്ചറിയുന്നില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ, അവർ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിൽക്കില്ല, പിന്നെ ഉറപ്പാ. അത് ബൈബിളിൽ പറയുന്നില്ല ബ്രദറെ, ഈ ലോകത്തിൻ്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞിരിക്കുന്നത്. The ruler of this world has darkened their hearts. So that is true. അവരുടെ കണ്ണുകൾ കുരുടായിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഈ സത്യം അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ കാര്യങ്ങളൊക്കെ കാണിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അവരുടെ ഒരു മെയിൻ ആരാധനയല്ല, ഒരു വലിയ സെലിബ്രേഷൻ ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ് മറ്റേ ഇതുള്ളത്. അതായത് അതിന്റെ ഈദുൽ ഫിത്തർ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ആ ബലിപ്പെരുന്നാള് അല്ലേ? അതെ ബ്രദറെ, യെസ്. ഈ ബലിപ്പെരുന്നാള് എന്തിന് വേണ്ടി, അതായത് സ്വന്തം മകനെ കൊടുക്കാവുന്നുള്ള രീതിയിലാണ് അത് നടത്തുന്നത്. അത് ആചരിക്കാം. പക്ഷെ ദൈവത്തിന്റെ സ്വന്തം മകനെ അങ്ങനെയുള്ള ഒരു ഇതിന് എന്തുകൊണ്ട് എന്നുള്ളത് അത് ആലോചിക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല. അത് അവരുടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാഹുവിന് എങ്ങനെ മക്കളുണ്ടാകും? അള്ളാഹുവിന് ഗേൾ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പം പാവം അവരുടെ ദൈവത്തിന് ഗേൾ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങളാരുമില്ല, അപ്പോൾ അടിമകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ല, അതിൽ തന്നെ ആ ഒരു ഗോഡ് എന്നുള്ള കൺസെപ്റ്റ് തന്നെ അതിൽ തന്നെ പൊളിഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എങ്ങനെയാ സർവശക്തൻ എന്ന് പറയുന്നത്? ഒരു ഗേൾ ഫ്രണ്ട് ഇല്ലാണ്ട് മകനില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സർവശക്തൻ? കഴിഞ്ഞില്ലേ അവിടെ തന്നെ? ബ്രദറെ, മനുഷ്യന്റെ ബുദ്ധി അള്ളാഹുവിനുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. കാരണം മിറിയം ചോദിക്കുന്നത് ഇത് തന്നെയാണ്, ഞാനൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എനിക്കൊരു മകൻ എങ്ങനെ ഉണ്ടാകും? അള്ളാഹു ചോദിക്കുന്നത് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എനിക്കൊരു കൂട്ടുകാരി ഇല്ലല്ലോ, പിന്നെ എനിക്കിങ്ങനെ ഒരു മകൻ ഉണ്ടാകും? മനുഷ്യ ബുദ്ധിക്ക് അപ്പുറത്തോട്ട് ചിന്തിക്കുവാൻ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു എന്ന് പറയുന്ന ഗോത്രദേവൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം. ആ തൻ്റെ ഗോത്രത്തിനകത്ത്, അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ഗോത്രത്തിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം മുഹമ്മദിൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് മാത്രം, മുഹമ്മദിൻ്റെ ബുദ്ധിക്ക് അപ്പുറത്തോട്ടുള്ളൊരു ചിന്താഗതിയില്ല. സൂര്യൻ അസ്തമിക്കുന്നതിനെക്കുറിച്ചായാലും മനുഷ്യൻ്റെ ജനനത്തെക്കുറിച്ചായാലും ബാക്കിയുള്ള ഓരോ കാര്യത്തെക്കുറിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ പരിമിതമായ അറിവുകളാണുള്ളത്. മനസ്സിലായി? പർവ്വതങ്ങളെ ആണിയാക്കി അടിച്ചു നിർത്തുന്ന അറിവ്, സൂര്യൻ ചെളിക്കുണ്ടിൽ താഴുന്ന അറിവ്, മനസ്സിലായില്ലേ? ആകാശത്തിന് നക്ഷത്രങ്ങളെ കണ്ടു കഴിയുമ്പോൾ നക്ഷത്രങ്ങളെ എടുത്ത് അള്ളാഹു എറിയുന്നു എന്ന് പറയുന്ന അറിവ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആകാശത്തിൽ നക്ഷത്രങ്ങളെ എടുത്ത് അള്ളാഹു ഈ പറയുന്ന സാത്താനെ എറിയുമ്പോൾ സാത്താൻ ഈ ഏറ് കൊള്ളണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ അല്ലെന്ന് ഇത് ഇത്രയും ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് വരെ അവർക്കത്, അതായത് എന്താ പറയാ, അവർക്കത് അങ്ങോട്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അത്രയും മാതിരി അന്ധതയാണ്. ബ്രദറെ, ജീവിതത്തിൽ ഒരു മനുഷ്യന് നന്മയായിട്ട് ജീവിക്കുന്നതാണോ ബുദ്ധിമുട്ട്, ചീത്തയായിട്ട് ജീവിക്കുന്നതാണോ? വിച്ച് ഈസ് ഈസിയസ്റ്റ് വേ? ഈസിയാണ് ഒരു മനുഷ്യനെ കുറിച്ച് വിച്ച് ഈസ് ഈസി? അത് ചീത്തയായിട്ട്.
ചീത്തയായിട്ട് ജീവിക്കുന്നത്. കാരണം നിയമങ്ങളില്ല, നിയമം പാലിക്കേണ്ട കാര്യങ്ങളില്ല, ആരെയും ഭയപ്പെടേണ്ട, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാം. അതാണ് ഇസ്ലാം. ഇസ്ലാമിനകത്ത് സ്വന്തം മകളെ ഭോഗിക്കുവാൻ, സ്വന്തം സ്വന്തം സ്വന്തത്തിൽപ്പെട്ട എത്ര 4 കല്യാണം കഴിക്കാൻ പറ്റുന്ന, വിവാഹമല്ല, നിക്കാഹ് ചെയ്യാൻ പറ്റുന്ന, പിന്നെ അതിൽ കൂടുതൽ ആളുകളെ നിക്കാമുത്ത ചെയ്യാൻ പറ്റുന്ന ഒരു മതം. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർ അഴിഞ്ഞാടുകയാണ്, മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അഴിഞ്ഞാടുകയാണ്. ഈ അഴിഞ്ഞാട്ടമല്ലാതെ എന്താണ് ഇസ്ലാമിലുള്ളത്? ഒന്നുമില്ല, എടുത്തു കാണിക്കപ്പെടാനൊന്നുമില്ല. അപ്പം വളരെ പരിമിതമായ ബുദ്ധിയുള്ള, വളരെ പരിമിതമായ മുഹമ്മദിൻ്റെ ബുദ്ധിയോട് തത്തുല്യമായി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരല്ലാഹു, മുഹമ്മദിന് ചില ആവശ്യങ്ങളുള്ളപ്പോൾ ആ ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി ആയത്തിറക്കുന്ന ഒരല്ലാഹു, നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ആ ബുദ്ധിമുട്ടെന്ന് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും മറുപടിയില്ല. എന്താണ് ആ ബുദ്ധിമുട്ട്? ആ ബുദ്ധിമുട്ട് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഒരു ആയത്തിറക്കുന്ന ഒരു ഗതികേടിലേക്ക് എത്തിച്ചേരുന്ന അള്ളാഹു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള ഒരു സംക്ഷിപ്ത രൂപം. ഇതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. ഇവരെ പറ്റിക്കുന്നില്ലേ ബ്രദറെ? ഒന്നാലോചിച്ച് നോക്കി, സ്വർഗത്തിൽ ഹൂറികളെ കിട്ടുമെന്ന് പറയണം. ഹൂ ഈസ് ദിസ് ഹൂറി? ഒന്നാലോചിച്ച് നോക്കിയേ. അവർക്ക് അന്നം വേണ്ട, അവർ വേർക്കത്തില്ല, അവർ അപ്പിയിടത്തില്ല, അവർ മുള്ളത്തില്ല. വേറൊരു കൺസെപ്റ്റ് ഞാൻ പറയട്ടെ. അതായത് ഇവരുടെ ഇതില് എന്താണ് തിന്മ, അതിനെ കുറിച്ചൊന്ന് ഒരു ടോപ്പിക് ഇടണമെങ്കിൽ ഉണ്ടായിരുന്നു. എന്താണ് തിന്മ, ഇവരുടെ ഇതിൽ എന്താണ് തിന്മ എന്നുള്ള ഒറ്റൊരു ഇത്. അവർക്ക് തിന്മയില്ല ശരിക്കും പറഞ്ഞാൽ. ദർ ഈസ് നത്തിങ്, അല്ലേ? ഇസ്ലാമിൽ തിന്മയില്ല. ഇസ്ലാമിലുള്ളതെല്ലാം തിന്മയില്ല. കാരണം മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്ന തിന്മകളൊന്നും അവരുടെ തിന്മകളല്ല, അതിനപ്പുറത്തോട്ടാണ് അവരുടെ തിന്മകൾ. അവർക്ക് ആകെയുള്ള ഒരു തിന്മ അള്ളാഹുവിനെതിരെ അള്ളാഹുവിൻ്റെ കൂട്ടത്തിൽ ആരെയും കൂട്ടിക്കെട്ടരുത്, എന്നിട്ട് ബാക്കിൽ മുഹമ്മദിനെ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക. പന്നിയെ തിന്നുന്നത് തിന്മയാണ്. പന്നിയെ തിന്നാൻ പാടില്ല, പക്ഷേ സ്വന്തം മകളെ ഭോഗിക്കാം, അത് തിന്മയല്ല. ഇതൊക്കെ എന്ത് മതമാണ്, എന്ത് രീതിയാണ്? ഇത് തന്നെയാണ്. അതായത് അവരുടെ ഇതിൽ തിന്മ എന്ന് പറയുന്ന സാധനം ഇല്ല, ശരിക്കും ഇല്ല. ആബ്സല്യൂട്ട്ലി ദർ ഇസ് നോ നത്തിങ്, ദർ ഇസ് നോ സിൻ. അതും കംപ്ലീറ്റ്ലി 10 കമാൻഡ്മെന്റ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സാധനമാണ്. അതും എല്ലാ സാധനം സ്ട്രെയിറ്റ് ആയിട്ടൊരു ആൻസർ ഉണ്ടാവില്ല, സ്ട്രെയിറ്റ് ഒറ്റൊരു ആൻസർ പോലും ഉണ്ടാവില്ല. എല്ലാം വളഞ്ഞു പിടിച്ച് മനുഷ്യനായിട്ട് വട്ടം കറക്കിയിട്ട് ഒരു ആൻസർ അങ്ങ് തരും. ഞാൻ അങ്ങനെ കണ്ടിരിക്കുന്നത്. ഓക്കെ, ഹലോ. കേട്ട് ബ്രദറെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. രാജീവ് ബ്രദർ, എനിത്തിങ്? താങ്ക് യു. എനിക്ക് പറയാനുള്ള ഒരു അവസരം കിട്ടിയതിൽ എന്ന് പറഞ്ഞാൽ താങ്ക് യു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആദാമിനെ മുഹമ്മദ് നബി ജനിക്കുമെന്ന് നമ്മളുടെ എന്താ പറയുക ദൈവത്തിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ അറിയാമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദ് നബി ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ ആദാമിനെ അവയും സൃഷ്ടിച്ചപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അറിയാമായിരുന്നു. എന്താ പറയുക, ഈ മുഹമ്മദ് എന്ന ഒരു മാരക വ്യക്തി ജനിക്കുന്നുള്ള കാര്യം. ഇപ്പം നമ്മളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇടയ്ക്കിടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേയൊക്കെ റീസെറ്റൊക്കെ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ട് ഈ മുഹമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈരനെ എന്തിനു സൃഷ്ടിച്ചു നമ്മളുടെ ദൈവം? ലാംഗ്വേജ് വാക്കുകൾ unparliamentary words, we are not accepting unparliamentary words. I am sorry for that, Mr. Rajiv. We are sorry for that. There is no മുഹമ്മദ് നബിയെ എന്തിനാണ് ദൈവം, കാരണം ദൈവത്തിന് അറിയാം. We don't entertain any unparliamentary words. There is no excuse on that. ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് അതൊക്കെ. ഇതിനു വേണ്ടി ഒരു 10 സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ. വളരെ നല്ലൊരു ഡിബേറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വളരെ നല്ലൊരു എന്താ പറയാ ഒരു സായങ്കാലമായിരുന്നു. ഒരുപാട് ചർച്ച, എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പല മുസ്ലിങ്ങളും വന്ന് മെഴുകി അവസാനം തെറിവിളിച്ച് പോയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നെല്ലാം കുറച്ച് വ്യത്യസ്തത തോന്നി. ഐ തിങ്ക് ഹീസ് എ ഡീസന്റ് ജെന്റിൽമാൻ. പക്ഷെ വഴിതെറ്റിപ്പോയല്ലോ എന്നോർത്തൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ.